ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സ്വത്തവകാശം ഭരണഘടനാപരമായ അവകാശമായി പരിഗണിക്കപ്പെടുന്നത്? ആർട്ടിക്കിൾ 300A ആണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി മതിയായ നഷ്ടപരിഹാരം നൽകാതെ സ്വകാര്യ സ്വത്ത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആരൊക്കെയായിരുന്നു അത്? ഉണ്ടായിരുന്നത് ബി.ആർ. ഗവായ്, ജസ്റ്റിസ് കെ.വി. വിശ്വനാഥ് എന്നിവരാണ് ആ വിധിയിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തെ ആദ്യ റോബോട്ടിക് ഗേറ്റ് പീഡിയാട്രിക് സ്ഥാപിച്ചത് എവിടെ? ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി, തിരുവനന്തപുരം. SAT എവിടെയാണ്? ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി. ഉപ്പായി മാപ്പിള എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് ആരാണ്? M.V. ജോർജ് കുമ്പനാട്ട്. ഹസാരെ ട്രോഫിയിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാര്? കരുൺ നായർ. 542 റൺസാണ് നേടിയത്. 23ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം. ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വ്യൂവേഴ്സ് എല്ലാം കൂടുതലാണ്, പക്ഷേ ആരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് കണ്ടിന്യൂ. കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കെ സ്മാർട്ട് ആപ്പ്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരമാരാണ്? സാജൻ പ്രകാശ്. അർജുന അവാർഡ് നേടിയത് സാജൻ പ്രകാശ്. 2024 ദ്രോണാചാര്യ അവാർഡ് ജേതാവ് മുരളീധരൻ. ദ്രോണാചാര്യ അവാർഡ് ജേതാവാരാണ്? മുരളീധരൻ. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ആരെല്ലാം? മനു ഭാസ്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. മനു ഭാസ്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരം ഏതാണ്? ബാംഗ്ലൂർ. 10 കിലോമീറ്റർ പിന്നിടാൻ ശരാശരി 28 മിനിറ്റ് 10 സെക്കൻഡ് സമയം വേണ്ടിവരും. IIT ഗുവാഹത്തിയുടെ പുതിയ കണ്ടുപിടുത്തം എന്താണ്? സ്തനാർബുദ ചികിത്സയ്ക്കായി കുറഞ്ഞ പാർശ്വഫലങ്ങളുള്ള കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ. ഏതാണ്? കുറഞ്ഞ പാർശ്വഫലങ്ങളുള്ള കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ. ആരാണ്? ബീഹാറിൻ്റെ 42ാമത് ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. 42ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തു. നമ്മുടെ മുൻ ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ.